വിജയിച്ചവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അത് അവരുടെ ആറ്റിറ്റ്യൂഡ് തന്നെയാണ്. അവരുടെ ആറ്റിറ്റ്യൂഡും അവരുടെ മൈൻഡ് കൺട്രോളിങ്ങുമാണ് അവരുടെ വിജയത്തിൻ്റെ ഏറ്റവും വലിയ ചുവടുപടി എന്ന് പറയുന്നത്. മനസ്സിനെ നിയന്ത്രിക്കാൻ അറിയുന്ന എല്ലാവരും സക്സസ്ഫുൾ ആയിട്ടുള്ള വോട്ടറാണോ? എങ്ങനെയാണ് മനസ്സ് കൺട്രോൾ ചെയ്യുക? നമുക്കൊരു പുതിയ ചർച്ചയിലേക്ക് തുടരാം. ഹലോ ഗായ്സ്, എല്ലാവർക്കും മല്ലു മോട്ടിവേറ്ററിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് എന്താണ് മൈൻഡ് കൺട്രോളിങ്, എങ്ങനെയാണ് നമ്മുടെ മനസ്സിൻ്റെ അസ്വസ്ഥതകളെല്ലാം മാറ്റി നമ്മുടെ മൈൻഡിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് പീസ്ഫുള്ളാക്കി കാമാക്കിയിട്ട് നല്ല നിർത്താം എന്നുള്ളതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻട്രൊഡക്ഷനും പറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് കാര്യത്തിലേക്ക് നേരെ വെച്ച് പിടിക്കാം. അപ്പോൾ കാണുന്നവരോട് പ്രത്യേക ശ്രദ്ധയ്ക്ക് വീഡിയോ മൊത്തമായിരുന്നു കാണാൻ ശ്രദ്ധിക്കുക. പലരും 50 സെക്കൻഡ് 1 മിനിറ്റൊക്കെ ഇതാക്കുള്ളൂ. വീഡിയോ സ്റ്റാർട്ട് പോലും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിർത്തിയിട്ട് പോയാൽ എങ്ങനെയാണ് മൊത്തമായിട്ട് ഇരുന്ന് കേൾക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ പറയുന്നത് ഓരോ പോയിൻറ്റ്സാണ്, റിസർച്ചിൻ്റെ അടിസ്ഥാനത്തിലാണ്, പേഴ്സണൽ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലാതെ നമ്മൾ ഭയത്തൊന്നും വിളിച്ച് പറയുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് ഫുള്ളായിട്ട് ഇരുന്ന് കേട്ടാൽ നിങ്ങൾക്ക് അതായിരിക്കും കഴിയുന്നത്ര എൻ്റർടൈൻമെൻ്റ് ആക്കാൻ നമ്മൾ കഴിയുന്നത്ര ഫുട്ടേജുകളെല്ലാം ഒപ്പിക്കാണ്. കുറേ മണിക്കൂറുകൾ വേണം. കാരണം ഇങ്ങനത്തെ ചിത്രങ്ങളെല്ലാം തപ്പി കണ്ടുപിടിച്ചിട്ട് കഷ്ടപ്പെട്ടിട്ട് എടുത്തിട്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങളിത് കേൾക്കാതിരിക്കുന്ന കൂട്ടർ അതൊക്കെ ശ്രദ്ധിക്കുക. നമുക്കിനി നേരെ കാര്യത്തിലേക്ക് പോകാം. 1.5 മിനിറ്റ് ഇൻട്രൊഡക്ഷൻ അല്ലേ. അതിന് വീഡിയോയിലേക്ക് പോവുകയാണെങ്കിൽ മൈൻഡ്ഫുൾനെസ് ആദ്യം തന്നെ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം സ്ക്രീൻ ടൈം, മൊബൈലിൽ നോക്കി, കമ്പ്യൂട്ടറിൽ നോക്കി, ടി വിയിൽ നോക്കി ഇരുന്ന് നേരം കൂട്ടുന്ന സമയം കൊണ്ട് അനാവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസൊക്കെ വലിച്ച് തലയിൽ കയറ്റുന്ന സമയം കൊണ്ട് മനസ്സിന് കുറച്ച് ശാന്തത കൊടുക്കുക. ഒരുപാട് മണിക്കൂർ ഇങ്ങനെ വാർത്തകളും ഇതെല്ലാം കണ്ടിരുന്നാൽ തന്നെ നമുക്ക് കുറേ അസ്വസ്ഥത ഇതൊക്കെ വരും. ആവശ്യത്തിന് വാർത്തകൾ കാണുക, ആവശ്യത്തിന് മാത്രം ഇതൊക്കെ ഉപയോഗിക്കുക, സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള ഇതൊക്കെ. പിന്നെ നിങ്ങൾക്ക് മനസ്സിന് സമാധാനം വേണമെങ്കിൽ ഒരു എളുപ്പ വഴി പറഞ്ഞേട്ടെ. റിയൽ ലൈഫും തമ്മിൽ ഫാർ 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 വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് റിലേറ്റബിൾ ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടെന്ന് വെച്ചിട്ട് എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് റിലേറ്റ് ആവണമെന്നില്ല. കാരണം നിങ്ങളുടെ ലൈഫിനെ ഒരിക്കലും ഒരു റീലിലുള്ള വീഡിയോ ആയിട്ട് ഇതാക്കുന്നത്. പിയാനോക്കാർ. ഓക്കെ, നമ്മൾ ഈ പിയാനോക്കാരനെ കാണുന്നുണ്ടാ, ഇതെന്ന് പറയാം പിയാനോ ഹാർമോണിയാണെന്ന് തോന്നുന്നു. നമ്മളെ 6-ാം തമ്പുരാനിൽ നമ്മളെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ്റെ കയ്യിലുള്ള അതേ മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് ആണെന്ന് തോന്നുന്നു. ഇതെല്ലാം കാണിച്ച് ടെമ്പോളിൻ അങ്ങനെ എന്തോ ഇതിൽ പറയും. ഓക്കെ, എനിക്ക് അറിയില്ല, ഇത് കൃത്യമായിട്ട് അറിയുന്ന കൂട്ടൊന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇത് പറയാൻ കാരണം വെച്ചാൽ അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് മ്യൂസിക്കാണ്. പാട്ട് കേൾക്കുന്നത് മനസ്സിന് ഏറ്റവും സന്തോഷം തരുന്ന കാര്യമല്ലേ. അപ്പോൾ ഇപ്പോഴെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണെന്ന് പറയുന്നത് എനിക്ക് ആവേശത്തിലെ ഇലുമിനാട്ടി എന്ന് പറഞ്ഞ പാട്ടാണ് എനിക്കിഷ്ടം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണെന്നും കൂടി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പാട്ട് കേൾക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിന് ഒരു ഊർജ്ജം കിട്ടും, ഒരു സമാധാനം കിട്ടും, ഒരു പീസ്ഫുൾനെസ്, ഒരു കാമൊക്കെ ആയിട്ടുള്ള ഇത് കിട്ടും. അതുകൊണ്ട് പരമാവധി പാട്ട് കേൾക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, മൈൻഡ് നമ്മളെ സമാധാനപ്പെടുന്ന പാട്ടുകൾ കേൾക്കുക. പിന്നെ പാട്ടുകൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ മൂഡിനനുസരിച്ചിട്ട് കേൾക്കുക. അപ്പോൾ അത് മനസ്സിന് ഒരുപാട് സന്തോഷം നൽകും. ഓക്കെ, പിന്നെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യുക. പരമാവധി എൻ്റർടൈൻമെൻറ്റിനെ ആസ്വദിച്ച് ലൈഫ് ഒന്നേ ഉള്ളൂ, അടിച്ച് പൊളിക്കുക, അത്ര തന്നെ. മാക്സിമം അതിനെ അടിച്ച് പൊളിച്ച് നല്ല രീതിയിൽ കൊണ്ടുപോകാം. കാരണം പിന്നെയൊക്കെ ഇനി നാളെ ആവട്ടെ എന്ന് വെച്ചാൽ ഒന്നും ഉണ്ടാവില്ല. ഇന്നത്തെ ഹാപ്പിനെസ് ഇന്ന് തന്നെയാണ്. ഇന്നത്തെ ദിവസം ഇങ്ങനെ കഴിയാന്നുള്ളത് വിചാരിക്കണം. എല്ലാവരൊക്കെ തന്നെയാണ് സ്വന്തം ഗോളിനോടൊപ്പം. അതായത് നിങ്ങൾക്ക് സക്സസ് മാത്രം പോരാ, നിങ്ങൾക്ക് എൻ്റർടൈൻമെൻറ്റും വേണ്ടേ. ലൈഫിൽ ഒരൊറ്റ ലക്ഷ്യവും വെച്ച് പോകുമ്പോൾ നിങ്ങൾ ലൈഫ് എൻജോയ് ചെയ്യാൻ മറന്നു പോകരുത്. ലൈഫ് എൻജോയ് ചെയ്യണം, മൈൻഡ് കാമാക്കി വെക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അതൊക്കെ ശ്രദ്ധിച്ചാൽ, കാരണം എൻ്റർടൈൻമെൻറ്റ് മാക്സിമം ഉണ്ടാക്കും. അപ്പം മനസ്സിന് സമാധാനം കിട്ടും. ആവശ്യത്തിലുള്ള എൻ്റർടൈൻമെൻറ്റ് ചെയ്യുക. പിന്നെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇതാക്കാണ്ടിരിക്കുക. അനാവശ്യമായിട്ടുള്ള സ്ഥലങ്ങൾ, നമുക്ക് മനസ്സിന് വിഷമം തോന്നുന്ന സ്ഥലങ്ങളിൽ അങ്ങനെയുള്ള ഇത് വെക്കുക. പിന്നെ മനസ്സന്തോഷത്തിന് വേണ്ടി എന്തും ചെയ്യുന്നതായിരിക്കും. ഇത് സന്തോഷം നമ്മളെ അടുത്ത് തന്നെയാണുള്ളത്, അത് നമ്മൾ തന്നെ കണ്ടുപിടിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ കുറച്ച് സമയം സൈലൻ്റ് ആയിട്ടിരിക്കുക. ഓക്കെ, മനസ്സ് സമാധാനമൊക്കെ ആക്കിയിട്ട് ഇരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്താവും, മനസ്സിന് കൃത്യമായൊരു റെസ്റ്റൊക്കെ കൊടുത്ത് ഇതാക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താലും മാനസികമായിട്ട് നമുക്ക് ഇതാക്കാം. ഇനി കുറച്ച് ഫിസിക്കൽ കാര്യങ്ങളാകാം. നമ്മൾ ഫിസിക്കലി എന്തൊക്കെ ചെയ്യാൻ പറ്റും? യോഗ ചെയ്യാൻ പറ്റും. യോഗ എന്ന് പറഞ്ഞാൽ യോഗയും ബ്രീത്തിങ് എക്സസൈസും
ബ്രീത്തിങ് ടെക്നിക്ക് പ്രൂവൺ ആയിട്ടുള്ള ടെക്നിക്കാണെന്നാണ് എൻ്റെ റിസർച്ച് തെളിഞ്ഞിരിക്കുന്നത്. കാരണം നമ്മളൊരു ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് ഈ ഒരു ശ്വാസത്തിലേക്ക് ഫോക്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫോക്കസിങ് കപ്പാസിറ്റി കൂടും. നിങ്ങളുടെ മനസ്സിൽ വേറെ ചിന്തകളൊന്നും വരില്ല, അസ്വസ്ഥമായ ചിന്തകൾ വരില്ല. കാരണം എന്താ, ചിന്തകൾ ഇങ്ങനെ പ്രൊഡ്യൂസ് ആയിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ചിട്ടാണ് മനസ്സിൽ ആങ്സൈറ്റി, സ്ട്രെസ്സ് അങ്ങനെയുള്ളതൊക്കെ വരുന്നത്. പിന്നെ മനസ്സ് ശാന്തമാക്കിയിട്ട് വെക്കാന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ മെഷീനില്ല, തലച്ചോറ് തന്നെ മെഷീന് കുറച്ച് സമയം റെസ്റ്റ് കൊടുക്കുക. എല്ലാ മെഷീന് റെസ്റ്റ് കൊടുക്കുന്ന പോലെ ഇതിനും കൂടി ഒന്നും റെസ്റ്റ് കൊടുക്കുക. എന്നാൽ മാത്രമേ അതിന് ഫുള്ളായിട്ടൊന്ന് റീചാർജ് ചെയ്യാൻ പറ്റും. കൃത്യമായിട്ടുള്ള ഇലക്ട്രിസിറ്റിയും റീചാർജ് ഉണ്ടെങ്കിൽ എല്ലാ ഡിവൈസും മര്യാദയ്ക്ക് കൂടുതൽ കാലം ഓടിക്കാൻ പറ്റും. നിങ്ങളുടെ തലച്ചോർന്ന ഡിവൈസ് കൂടുതൽ കാലം ഓടിക്കാനായിട്ട് നിങ്ങളെന്ത് ചെയ്യുക, മനസ്സിനെ കൃത്യമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിന് കൃത്യമായി റെസ്റ്റ് കൊടുക്കുക. 8 മണിക്കൂർ കൃത്യമായിട്ട് അഡൽട്ടായിട്ടുള്ള കൂട്ടർ ഉറങ്ങുക. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് 10 മണിക്ക് എഴുന്നിട്ട് 6 മണിക്ക് എണീക്കുന്നതായിരിക്കും ഇത് നല്ല റൊട്ടീൻ. മിക്കവാറും എല്ലാവരും ഇതാക്കുന്നതാണ്. ചിലവർ 9 മണിക്ക് എഴുന്ന 5 മണിക്കൊക്കെ എഴുന്നേക്കും. 10 to 5 ഒക്കെ മതി ശരിക്കും. അപ്പോൾ കൃത്യമായിട്ട് ഉറങ്ങും. കാരണം നമ്മൾ 100% പെർഫെക്റ്റ് അല്ല, ഇൻപെർഫെക്ഷൻസ് ആണ് നമ്മൾ പെർഫെക്റ്റ് ആക്കുന്നത്. അപ്പോൾ ഇൻസെക്യൂരിറ്റീസിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക. നിങ്ങളുടേതായ ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാവും, അതിനെ ഓവർകം ചെയ്യാൻ പഠിക്കുക. ഓക്കെ, പിന്നെ മൈൻഡ്ഫുൾനെസ്സും മെഡിറ്റേഷൻ ചെയ്യുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ്. കൃത്യമായിട്ടുള്ള എക്സസൈസൊക്കെ ചെയ്ത് പിന്നെ നിങ്ങളുടെ ശരീരത്തിനെ റിലാക്സ് ആക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. കാരണം എന്താ, ശരീരത്തെ നിയന്ത്രിക്കുന്ന തലച്ചോറാണ്. നമ്മളെ ശരീരം റിലാക്സ് ആകുമ്പോൾ നമ്മളെ തലച്ചോറിനും റിലാക്സ് ആവാനായിട്ടുള്ള ഒരു അവസരം കിട്ടുകയാണ്. അത് വളരെ വലിയ നല്ല കാര്യമല്ലേ. ആ കാര്യങ്ങൾ ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ മനസ്സിനെ കുറച്ച് ശാന്തമാക്കാൻ പറ്റും. അതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ചെയ്യേണ്ടത്. പിന്നെ കൃത്യമായ പുസ്തകങ്ങളെല്ലാം വായിക്കുക. കൃത്യമായ പുസ്തകങ്ങൾ വായിക്കുന്നത് കൂടുതൽ അറിവ് കിട്ടും. മനസ്സിനെ കുറിച്ചിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കുക. അങ്ങനെ വായിക്കുന്നതോടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ മനസ്സിനെ കുറച്ചുകൂടി കാം ആൻഡ് കൊടുത്തേക്കാൻ പറ്റും. നിങ്ങൾ അധികമായിട്ടുള്ള ഗെയിമിങ് അങ്ങനത്തെ പരിപാടീസൊക്കെ നടത്തുക. ഓക്കെ, ആവശ്യത്തിനുള്ള കാര്യങ്ങൾ ചെയ്യാം. വെറുതെ ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് എൻ്റർടൈൻമെൻറ്റ് വേണമെങ്കിൽ കുറച്ച് ഗെയിം എടുക്കുക. അധികമായിട്ടില്ല, 2 മണിക്കൂറാണ് അലൗഡ് ആയിട്ടുള്ള സ്ക്രീൻ ടൈം. നമുക്ക് എന്തായാലും ഒരു 4 മണിക്കൂർ 5 മണിക്കൂറൊക്കെ വേണ്ടി വരും. എന്നാലും ഒരു 2 മണിക്കൂർ തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. പിന്നെ കൃത്യമായിട്ടുള്ള ബ്ലൂ ലൈറ്റ് ഫിൽറ്റേഴ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഗ്ലാസ്സൊക്കെ ഉപയോഗിക്കുന്നതിന് കുറച്ചും കൂടി ടൈം എക്സ്റ്റെൻഡഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും പോലും. എന്നാലും മാക്സിമം ഒരു 4 മണിക്കൂർ. വർക്കിൻ്റെ പണിയുണ്ടെങ്കിൽ അതിനനുസരിച്ച് റെസ്റ്റ് എടുക്കുക. പിന്നെ പുറത്തൊക്കെ പോവുക. വീട്ടിൽ തന്നെ ചഞ്ഞു കൂടിയിരുന്നാൽ ഇങ്ങനെ ചിന്തിച്ച് കൂട്ടിയിട്ട് മനസ്സിന് അസ്വസ്ഥത ഉണ്ടാവും. ഇത് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് പറയാമെന്ന് വെച്ചത്. നിങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങുക, കുറച്ച് യാത്രയൊക്കെ ചെയ്യുക. ഉള്ള ബഡ്ജറ്റിൽ പോകുന്ന സ്ഥലത്തൊക്കെ പോവുക. അല്ലെങ്കിൽ രാവിലെ തന്നെ ഒരു മോർണിംഗ് വാക്ക് നടത്താം. ഒരു 1/2 മണിക്കൂർ നടക്കുന്നത് വളരെ നല്ലതാണ്. അതിരാവിലെ തന്നെ എല്ലാവരും ജോഗിങ്ങിന് പോകുന്നില്ല, അതേപോലെ കൂട്ടത്തിൽ പോവുക. പിന്നെ ലാഫിങ് പോലത്തെ എക്സസൈസ് ചെയ്യുക. പിന്നെ ജിമ്മിലൊക്കെ പോകുന്നവർക്ക് കൃത്യമായിട്ട് പോവുക. കാരണം ജിമ്മിലെല്ലാം പോകുന്നവർക്ക് അറിയാം, കൃത്യമായിട്ട് പോയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത്, ബസ്സിലൊക്കെ പോയി പോകുക. അതുകൊണ്ട് ജിമ്മിലെല്ലാം കൃത്യമായിട്ട് പോവുക. അപ്പോൾ ഇത്രയും സമയം വീഡിയോ കേട്ടുകൊണ്ടിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നന്ദി. നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ടോപ്പിക്കായിട്ട് വരാം. അടുത്തത് ടോപ്പിക്ക് എന്ന് പറയുമ്പോൾ അടുത്ത മാസമായി വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് 15-16 ദിവസമായി. കൃത്യമായിട്ട് റീച്ചൊന്നും കാണുന്നില്ല, എങ്കിലും വീഡിയോ ഇടാണ്.